വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും ഉത്തർപ്രദേശിന്റെ ചുമതല. വലിയ തോതിലുള്ള ആരവം കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നിരുന്നു. പ്രിയങ്കയെ കൊണ്ടുവരണം, പ്രിയങ്കയെ കൊണ്ടുവന്ന് ഉത്തർപ്രദേശ് പിടിക്കണം, യോഗിയെ വീഴ്ത്തണം എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന റൈറ്റപ്പുകളൊക്കെ. മുമ്പും 2019 അന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിന്റെ ചുമതല നൽകിയിരുന്നു. അന്ന് മലയാള മാധ്യമങ്ങളിലൊക്കെ എല്ലാ ദിവസവും വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മനോരമയ്ക്കായിരുന്നു നിരന്തരം വാർത്തകൾ നൽകിയിരുന്നത്. അതായത് പ്രിയങ്ക വന്നു, ഇനി നോക്കണ്ട, ഉത്തർപ്രദേശ് BJPയുടെ കൈകളിൽ നിന്ന് പോകാൻ പോകുന്നു, പ്രിയങ്കയുടെ ഒരു തരംഗം ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു. അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യത്തെക്കുറിച്ചൊക്കെയുള്ള പ്രത്യേക ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ പ്രിയങ്ക വരുന്നു, പഴയ വോട്ടുകൾ, അതായത് OBC SC വോട്ടുകളും ഫോർവേഡ് കാസ്റ്റ് വോട്ടുകളും ഒക്കെ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുമെന്നൊക്കെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ദേശീയ തലത്തിലുള്ള ചില മാധ്യമങ്ങളും ആ രീതിയിലുള്ള റൈറ്റപ്പുകളൊക്കെ നൽകിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ, അതായത് 2019 ചാർജ് എടുത്തു, അത് കഴിഞ്ഞ് 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ ഒരു എഫക്റ്റ് കാരണം വെറും 2 സീറ്റ്, അതായത് മുമ്പുണ്ടായിരുന്ന സീറ്റ് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. വെറും 2% വോട്ടും 2 സീറ്റുമാണ് 2022 UP അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് പിടിച്ചത്. അതായത് സ്ട്രൈക്ക് റേറ്റ് 10% പോലും ഇല്ല എന്നതാണ് ഒരു അവസ്ഥ. അതായത് 403 അംഗ നിയമസഭയിലേക്കാണ് മത്സരം നടന്നത്. അവിടെയാണ് വെറും 2 സീറ്റ് കോൺഗ്രസ് പാർട്ടി നേടിയിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ.